ആരോട് ചോദ്യം ചോദിക്കുമ്പോ രാഹുൽ ഗാന്ധി, നെഹ്റു, അംബേദ്കർ, അരവിന്ദ് കെജ്രിവാൾ നാണോല്ലേ? ഏത് പാർട്ടിയാ? നിങ്ങൾ എത്ര പാർട്ടി മാറി? എന്താ നിങ്ങളുടെ രാഷ്ട്രീയ നേതാവിനെ സത്യമായി പറയുന്നവനായി ഈ രാജാക്കൻ തെരഞ്ഞെടുക്കണം. ഈ പാർട്ടിയിലാണ് ആളും പേരും ഇല്ല. ആ സമയത്ത് അമ്മുമ്മയ്ക്ക് ഈ ആളും പേരും പാർട്ടിയുടെ കൊട്ടാരക്കരയിലെ സ്ഥാനാർത്ഥിയാകാൻ മനക്കോട്ട കെട്ടി വന്ന ആരാണ് പറയുന്നത്? പാർട്ടിയുടെ ആളും പേരും ആണോ ഇല്ല പറയാനായിട്ട്? നീ ഒന്ന് ഭൂമിയിലേക്ക് ഇറങ്ങിക്കിട്ടാൻ കാത്തിരിക്കായിരുന്നു. എന്നിട്ട് അകല് പോയത് ആളും പേരും ഒരു സംശയമില്ല, അയാൾ ഒരു ആനമണ്ടൻ തന്നെ. രാഹുൽ ഗാന്ധി പൈലറ്റിനെ പിടിച്ചു വെക്ക്. ആളില്ലാത്ത കോൺഗ്രസിൽ നിന്ന് ജില്ലാ കമ്മിറ്റി ഇല്ലാത്ത കൊല്ലത്തെ 2020 ജില്ലാ പ്രസിഡന്റ് ആവാൻ പോയി. അതാണ് നല്ലത്. ആളില്ലാത്ത പാർട്ടിയായിരുന്നു കെജ്രിവാളിന്റെ. പോയി കോൺഗ്രസ് ആളില്ലാ പാർട്ടിയെ കോൺഗ്രസിന്റെ കൊട്ടാരക്കര സീറ്റ് മോഹിക്കുക. എന്നിട്ട് കിട്ടാതെ ആളില്ലാ പാർട്ടിയെ 2020 ആ സ്ഥാനാർത്ഥിയാവാൻ വേണ്ടി കെഞ്ചുക. ഈ 1970 ഇത് എന്തൊരു മറ്റടുത്ത വർത്തമാനം. ഒരാള് ചോദ്യങ്ങളും ചോദിച്ചിട്ട് മറുപടി പറയണ്ടേ? 77 ബിജെപിക്ക് എത്ര സീറ്റ് ഉണ്ടായിരുന്നു? എത്ര ഉണ്ടായിരുന്നു? ഒരു കാര്യം ഞാൻ സേതുവിനോട് പറയാം. ഇഷ്ടമില്ലാത്തടത്ത് പറ്റിക്കൂടുന്ന ടൈപ്പ് അല്ല ഈ രമണൻ. അഭിമാനം വിറ്റ് തിന്നുന്നവനല്ല. അന്നേരം കളിയാക്കിയോ? എത്ര ഉണ്ട്? എന്തും അവിടെ ബാബരി മസ്ജിദ് പൊളിച്ചു. 15 വർഷം ഡൽഹി കണ്ടിന്യൂസ് ഭരിച്ചു. ബാബരി മസ്ജിദ് പൊളിച്ചു. ബാബരി മസ്ജിദ് പൊളിച്ചെങ്കിൽ ബാബരി മസ്ജിദ് പൊളിച്ചാണ് രണ്ടിൽ കൂടെ അങ്ങെത്തിയത്. എന്നിട്ട് 91 രാജീവ് ഗാന്ധിക്ക് എത്ര സീറ്റ് കിട്ടി? 234. യാത്ര എന്തിനായിരുന്നു? രഥയാത്ര എന്തിനാ? പറയൂ. അതിനുശേഷം എത്ര സീറ്റ് കയറി? കോൺഗ്രസിനെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഇപ്പൊ ഞാൻ ആ വാക്കത്തി എടുത്തോണ്ട് ഈ പറയുന്ന സോണിയാഗാന്ധി ഒരുവിധം ആ നിലയിൽ എത്തിച്ചു. നിങ്ങൾ എനിക്കെന്താ രാഷ്ട്രീയം അറിയത്തില്ലെന്താ വിചാരം? നിങ്ങളെ ചോദിച്ചാ മറുപടി വരത്തില്ലെന്നാ വിചാരം? അതിനകത്തൊരു പഴമുണ്ട്, അത് വായിക്കുത്തി കേട്ടോ. തൃക്കാക്കരയിൽ 2 മാസം അങ്ങനെ പുറത്തു വന്നു. ആഷ്മി ഇവിടോട്ട് നിലപാടില്ലായ്മയുടെ അപ്പോസ്റ്റലാവുന്നു. അരവിന്ദ് കെജ്രിവാൾ, സീതാറാം കേസരി, സോണിയാഗാന്ധി, ഇന്ദിരാഗാന്ധി നിലപാട് മാറ്റം പറയുമ്പോ ഗാന്ധി മാറ്റിൽ ചോദിക്കുന്നത്. ഞാനൊരു കോമാളിയായോടാണല്ലോ. നാവിട്ടടിച്ചിട്ട് എല്ലാ കാലം പറ്റിക്കാൻ പറ്റില്ല. ഇന്ദിരാ കമല നെഹ്റു നല്ല പേര് തന്നെയായിരുന്നു. പക്ഷെ ഇവർക്കൊരു നാണക്കേട്. നെഹ്റു എന്ന് വെച്ചാൽ കൊള്ളത്തില്ല. ഇന്ദിരാ കമല നെഹ്റു എന്ന് വെച്ചാൽ ജനം അംഗീകരിക്കത്തില്ല പോലും. എന്താ നെഹ്റു അത്ര മോശക്കാരനായിരുന്നു? ഇന്ദിരാ കമല നെഹ്റു എന്ന പേര് എത്രയോ മികച്ച പേരാ. അപ്പൊ ഇന്ദിരാ കമല നെഹ്റു എന്ന പേര് മാറ്റി ഭർത്താവിന്റെ പേര് ചേർക്കേണ്ട വല്ല കാര്യമുണ്ടോ? നമ്മുടെ മാറ്റർ അഖിലിന് മാരാർന്ന് ചേർക്കാമെങ്കിൽ ഇന്ദിരക്ക് എന്റെ ജാതിയതാ. അത് എന്റെ ജാതിയതായിരുന്നു. നിങ്ങൾക്ക് ജാതി പേര് ചേർക്കാമെങ്കിൽ നെഹ്റുവിന് ഇന്ദിര അവരുടെ സ്വാതന്ത്ര്യം. അത് അവരുടെ സ്വാതന്ത്ര്യം. ഭർത്താവിന്റെ പേര് ചേർക്കണോ അച്ഛന്റെ പേര് ചേർക്കണോ എന്ന് അവരുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ജാതി പേര് ചേർക്കാമെങ്കിൽ 15 വർഷം പേര് ചേർത്തൂടെ? ഞാൻ പറയാം. ചേർത്തൂടെ? ഈ ഹാഷ്മി, ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഇപ്പൊ നമ്മള് ഞാൻ തെരഞ്ഞെടുപ്പ് സൗകര്യം പോലെ അതങ്ങനെ അല്പന ഐശ്വര്യം കിട്ടി അർദ്ധരാത്രിക്ക് കൊട പിടിക്കുന്നത്. അതായത് ഞാൻ പൊതുപ്രവർത്തന രംഗത്ത് എന്റെ പേര് അഖിൽ കോട്ടാത്തല എന്നായിരുന്നു. സിനിമ എടുക്കാൻ വരുന്ന സമയത്ത് കോട്ടാത്തല എന്ന പേര് ഇംഗ്ലീഷിൽ എഴുതുമ്പോ KOTTATHA എന്നുള്ളതിനെ ചിലർ കൂട്ടാത്തല എന്നും കൊട്ടത്തല എന്നും മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി തുടങ്ങി. അപ്പൊ ജോജുവും എന്റെ നിർമ്മാതാവും ഒക്കെ പറഞ്ഞു, എടാ കുറച്ച് ഞാൻ ചെറിയ പയ്യനും കൂടിയാണല്ലോ, ഈ വലിയ സുമാർ അഴീക്കോട് സത്യനന്ദിക്കാട് ഈ കാലഘട്ടമൊക്കെ മാറി പേരിന് ഒരു ഗുമ്മൊക്കെ വരണം. അങ്ങനെ ഞാൻ ന്യൂമറോളജി പ്രകാരം ഒരു 5 പേര് സെലക്ട് ചെയ്തു. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്നുണേ പറയൂ. പ്രകാരം സ്വന്തം പേര് മാറ്റാം. ഇന്ദിരാഗാന്ധിക്ക് കെട്ടിയവന്റെ പേരിന്റെ ഇനിഷ്യൽ അല്ല. നാട്ടുകാരുടെ മുഖത്ത് എങ്ങനെ നോക്കും? അതിന് നീ നാട്ടുകാരുടെ മുഖത്ത് നോക്കാറില്ലല്ലോ. ഈ നാട്ടുകാരെങ്ങനെ നിന്റെ മുഖത്ത് നോക്കും? എന്റെ അതേ കാര്യം ഉണ്ടായിരുന്നാ മതി. അല്ല, എന്റെ അതേ കാര്യം എനിക്ക് ഞാൻ മാറ്റി എന്തുകൊണ്ടാണെന്നറിയോ? മാറ്റിയത് എന്റെ പേരിനൊപ്പമുള്ള കോട്ടാത്തല കൊള്ളത്തില്ല എന്ന് അന്നേരം തോന്നിയത് കൊണ്ടും കുറച്ചുകൂടെ ഗുമ്മ കിട്ടാൻ വേണ്ടിയിട്ടും തന്നെയാണ്. അങ്ങനാണോ അച്ഛനായ നെഹ്റുവിനെ മാറ്റി ഗാന്ധിയെ കൂടെ കൂട്ടിയത്? കോട്ടാത്തല എന്താ? അച്ഛനായ നെഹ്റുവിനെ മാരാറിന്റെ അച്ഛന്റെ പേരില്ലാതെ മാരാറിനെ ചോദിച്ചതിനേക്കാൾ ഭേദമാണ് ഭർത്താവിന്റെ പേര് ചേർക്കുന്നത്. അച്ഛന്റെ പേരാ വെച്ചത്.
എന്റെ അച്ഛന്റെ പേര് ആരായിരുന്നു പേരുള്ള അച്ഛന്റെ പേര് മാറ്റി അല്ലല്ല ഒന്ന് അച്ഛന്റെ പേര് മാറ്റി. അച്ഛന്റെ പേര് കോട്ടാത്തലെന്നായിരുന്നു. രാജ്യത്തെ അച്ഛന്റെ പേര് കോട്ടാത്തലെന്നായിരുന്നു. അല്ലാത്ത കഴപ്പ് തന്നെ നിനക്ക് എടി ഇവന്റെ ഈ കഴപ്പിനെ ഇവനെ മുറുക്കുമ്പോ കയറ്റണം കേറ്റിയാ പോരാ കേറ്റി വലിക്കണം. ഇതിനു മുമ്പ് ആരുടെ? അഖിൽ കോട്ടാത്തലയായിരുന്നു. അപ്പൊ അച്ഛന്റെ പേര് കോട്ടാത്തലയായിരുന്നു. അഖിൽ അച്ഛൻ വേറെ അല്ലല്ലോ. രമേശ് ചെന്നിത്തല അച്ഛന്റെ പേര് ചെന്നിത്തല. അതല്ലെന്ന് അവരുടെ കാര്യം വിട്. അഖിൽ മാറ്റിയ മാറ്റി അച്ഛന്റെ പേരെന്താ? എടേ, ബുദ്ധിക്ക് ചെറിയ തകരാറുണ്ടോ എന്ന് സംശയം. അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ ഇവൻ പൊട്ടനാണ് മുതലാളി. അഖിൽ എന്തുകൊണ്ട് ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് മാറ്റണോ? ആശ്മി ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? അഖില് അത് കൊള്ളില്ല. അഖിൽ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടാണ് പേര് മാറ്റുന്നു, ഇടയ്ക്കിടയ്ക്ക് നിലപാട് മാറ്റുന്നു, ഇടയ്ക്കിടയ്ക്ക് പാർട്ടി മാറുന്നു. എന്നിട്ട് അഖിൽ രാജ്യത്തെ ഹാഷ്മി, മുഴുവൻ മനുഷ്യരെ ഹാഷ്മി, ഓടി ചെയ്യുന്നു. ഇത് പറ. ആദ്യം സ്വന്തം